ബഹുമാന്യരായ വിധികർത്താക്കളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ജ്വാല അതിന്റെ യൗവനമാണ്. പ്രസിദ്ധ സാഹിത്യകാരന H.G. വെൽസ് തന്റെ വിശ്വചരിത്രഗ്രന്ഥം അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഖണ്ഡിക യൗവനത്തെക്കുറിച്ച് എഴുതി വെച്ചു. ഈ ഭൂമിയുടെ കാലം മുതലുള്ള ചരിത്രമെഴുതിയ ടൈം മെഷീൻ എന്ന ഭാവി നോവൽ എഴുതിയ വെൽസ് തന്റെ വിശ്വചരിത്രം അവസാനിപ്പിക്കുന്നത് ചരിത്രം യൗവനത്തിന്റെ ജ്വാലയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ യൗവനം സാധ്യതകൾ നൽകുന്നതായി കാണുവാൻ സാധിക്കും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം പിടിച്ചടക്കിയത് തന്റെ 33-ാമത്തെ വയസ്സിലാണ്. സർ ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വ നിയമം കണ്ടുപിടിച്ചത് തന്റെ 23-ാമത്തെ വയസ്സിലാണ്. ജോവാൻ ഓഫ് ആർക്ക് രാജ്യത്തിനു വേണ്ടി തന്റെ ജീവനെ നൽകി പ്രസിദ്ധിയായത് 19-ാമത്തെ വയസ്സിലാണ്. എന്തിനേറെ പറയുന്നു, ലോകത്തെ പാപഭാരം തന്റെ ശിരസിൽ വഹിച്ച് കാൽവരിയിൽ യാഗമായി കിടന്ന യേശു സമർപ്പിച്ചത് വിശ്വസ്തമായ ഒരു യൗവനം തന്നെയായിരുന്നു. യൗവനത്തിന്റെ അനന്തമായ ഈ സാധ്യതകളെ മനസ്സിലാക്കി വേണം നമ്മുടെ യുവജന സംഘടനയുടെ KCYലിന്റെ UK-യിലെ പ്രസക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ. AD 345 മുതൽ ഇതുവരെ ചരിത്രത്തിന്റെയും കാലത്തിന്റെയും ഗതിവിഗതികളെ അതിജീവിച്ചുകൊണ്ട് മാനവ സമൂഹത്തിലെ അത്ഭുത പ്രതിഭാസമായി വളർന്ന് ഒരു സമൂഹത്തിലെ യുവജനങ്ങളാണ് നാം. നായിത്തോമാരുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ കുടിയേറ്റം ഒരു പ്രേക്ഷിത കുടിയേറ്റം തന്നെയായിരുന്നു. കുടിയേറ്റത്തിന്റെ സാഹസികത രക്തത്തിൽ അലിച്ചു ചേർന്ന ഈ സമൂഹം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UK-യിലേക്ക് കുടിയേറി ഒരു പ്രബല സമുദായമായി വളരുകയാണ്. ഒരു കാലത്ത് ക്രൈസ്തവ യൂറോപ്പ് എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ഇന്ന് വിശ്വാസത്തിന്റെ മരുഭൂമിയായി തീർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ ദീപം ഇവിടെ അണഞ്ഞു പോയിരിക്കുന്നു. നാമമാത്ര ക്രിസ്ത്യാനികളാണ് ഇവിടെ എവിടെയും കണ്ടുവരുന്നത്. അമിതമായ സെക്യുലർ താല്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഈ സമൂഹത്തിലേക്ക് വിശ്വാസത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ മഹത്തായ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസ ചൈതന്യമുള്ള നമുക്ക് കഴിയും. ഇവിടെയാണ് നമ്മുടെ യുവജന സംഘടനയുടെ KCYലിന്റെ 1-ാമത്തെ പ്രസക്തി ഞാൻ കാണുന്നത്. ജീവിക്കേണ്ട വിശ്വാസത്തെ സ്നേഹിക്കേണ്ട യുവജനങ്ങളായ നമ്മൾ മാറണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല, ജീവിക്കുവാനും മരിക്കുവാനും അവന് വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് ഈ മണ്ണിൽ സാക്ഷ്യം വഹിക്കാൻ കഴിയുമ്പോഴാണ് ഇവിടുത്തെ യുവജന സംഘടനയായ KCYൽ പ്രസക്തമാവുന്നത്. മലയാളത്തിലെ പ്രശസ്തമായ ഒരു കവിതയിലെ ഏതാനും വരികൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. തുടിപ്പു ഞങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി ഞങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ. കഴിഞ്ഞ 16 നൂറ്റാണ്ട് കാലം ചിന്നിച്ചിതറി കടന്നിട്ടും പാടുമറിയാതെയും ബന്ധങ്ങൾ വേർപിടാതെയും വംശപരിശുദ്ധിയും ജ്ഞാനായ പാരമ്പര്യങ്ങളും തലമുറ കൈമാറി മായാതെ മങ്ങാതെ മറയാതെ കാത്തു സൂക്ഷിച്ചവരാണ് അതെ നമ്മൾ ജ്ഞാനായക്കാർ. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും പേറുന്നവരാണ് നാം. കണ്ണിലെ കൃഷ്ണമണി പോലെ പൂർവികർ കാത്തുപരിപാലിച്ച നമ്മുടെ വംശത്തനിമ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ് നാം. ജ്ഞാനായക്കാർ ചിന്നിച്ചിതറി കിടക്കുന്ന ഈ നാട്ടിൽ ശക്തമായ ഒരു യുവജന സംഘടന KCY മഹത്തായ ഈ പാരമ്പര്യങ്ങളുടെ കൈമാറ്റത്തിന് അനിവാര്യമാണ്. അതാണ് ഈ യുവജന സംഘടനയുടെ മറ്റൊരു പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കട്ടെ. വിവിധ പുഴകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അണക്കെട്ടിലൂടെ തുറന്നു വിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അനന്തമായ സാധ്യതകൾ പേർന്ന യുവജനങ്ങളെ ഒരു സംഘടനയുടെ കീഴിൽ കൊണ്ടുവന്ന് സഭയ്ക്കും സമുദായത്തിനും പ്രയോജനകരമാക്കി തീർക്കുവാൻ സാധിക്കും. ഇപ്രകാരമുള്ള ഒരു സാധ്യത KCY UK-യിൽ ഉള്ളതുകൊണ്ട് ഈ സംഘടന ഇവിടെ വളരെ പ്രസക്തമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദിയുടെ വാടാമതിലുള്ള വാരി വിതറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KCY.